അപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇഡിക്ക് മുന്നിൽ നിന്ന് വീണ്ടും ഹാജരാകണം. ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഒഴിവാക്കണം എന്ന MM വർഗീസിന്റെ ആവശ്യം ഇഡി നിരസിച്ചിരുന്നു. ഹാജരായില്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഇഡിയുടെ തീരുമാനം. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത 1 കോടി രൂപയിന്മേൽ തുടർ നടപടികൾ ഇന്നും തുടരും. വിശദാംശങ്ങളുമായി ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അതെ, തൃശ്ശൂരിൽ നിന്ന് അശ്വിൻ പാലാഴിയുണ്ട്. ആദ്യം ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകാനുള്ളത് എന്താണ്? ശ്രീകാന്ത്, മെയ് ദിനം പ്രമാണിച്ച് ഒഴിവാക്കി തരണമെന്നുള്ളതായിരുന്നു വർഗീസിന്റെ ആവശ്യം. അപ്പോൾ മെയ് ദിനം വലിയ കാര്യമായിട്ട് കാണുന്നില്ല ഇഡി. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹാഷ്മി, ക്രിസ്റ്റീന, CPIMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്ന് ഹാജരാകണം, ഇഡിക്ക് മുൻപാകെ ഹാജരാകണം എന്നുള്ളതായിരുന്നു അവരുടെ നോട്ടീസിലെ പ്രധാനപ്പെട്ട ആവശ്യം. കഴിഞ്ഞ ദിവസം അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോൾ തന്നെ കയ്യോടെ നോട്ടീസ് കൊടുത്തിരുന്നു ഇന്ന് ഹാജരാകുന്നതിന്. പക്ഷേ അദ്ദേഹം അതിന്റെ പേരിൽ ഇഡി ഉദ്യോഗസ്ഥരുമായി തർക്കത്തിലേർപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം മെയ് ദിനമാണ്, താൻ ഒരു തൊഴിലാളി സംഘടനാ പ്രവർത്തകനാണ്, അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പരിപാടികളുണ്ട്, പാർട്ടി പരിപാടികൾ ഉൾപ്പെടെയുണ്ട്, അതിനാൽ ഇന്ന് വരാൻ കഴിയില്ല, എന്ത് പ്രശ്നമുണ്ടായാലും സാഹചര്യമുണ്ടായാലും താൻ ഇന്ന് വരില്ല എന്ന് അദ്ദേഹം ഇഡി ഉദ്യോഗസ്ഥരെ അറിയിച്ചു. തുടർന്ന് കുറച്ചു സമയം ഇഡി ഉദ്യോഗസ്ഥരും അദ്ദേഹവും തമ്മിൽ തർക്കമുണ്ടായി എന്ന വാർത്ത ആ സമയത്ത് തന്നെ പുറത്തു വന്നിരുന്നു. അദ്ദേഹം വന്നേ തീരൂ എന്ന് ഇഡി കൃത്യമായി വാശി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ കണക്കുകളുമായി ബന്ധപ്പെട്ട് MM വർഗീസ് ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അതിൽ ചോദ്യം ചെയ്യൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടായേ മതിയാകൂ എന്നവർ പറയുകയും ചെയ്യുന്നു. ഒരു പക്ഷേ MM വർഗീസ് ഇന്ന് വന്നില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങും എന്ന മുന്നറിയിപ്പ് കൂടി നൽകിയാണ് MM വർഗീസിനെ അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം തിരികെ അയച്ചത്. കാത്തിരുന്ന് കാണാം MM വർഗീസ് വരുമോ ഇല്ലയോ എന്ന്. വന്നില്ലെങ്കിൽ ഇഡി എന്തെങ്കിലും നടപടി എടുക്കുമോ എന്നുള്ള കാര്യവും. ശരി, അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. അശ്വിൻ, അതാ ഇവിടെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, അബ്ദുള്ള, MM വർഗീസിന് അവിടെ തന്നെ താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് ആക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് 7ാം തവണയാണ് MM വർഗീസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അശ്വിൻ, ഈ പണത്തിന്റെ കാര്യത്തിൽ ഒരു ഇന്നലെ കൊണ്ടുവന്ന 1 കോടി രൂപ തിരിച്ചടയ്ക്കാൻ കൊണ്ടുവരുന്നു, അത് ആദായ നികുതി പിടിച്ചെടുക്കുന്നു, ആ മരവിപ്പിച്ച അക്കൗണ്ടിൽ തന്നെ അടയ്ക്കുന്നു. അതിന്റെ കാര്യത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഭിന്നമായ നടപടിക്രമങ്ങൾ ഉണ്ടാവുമോ? ഹാഷ്മി, എന്തായാലും ഇഡി എടുക്കുന്ന നടപടിക്ക് സമാനമായി തന്നെയാണ് IT ഭാഗത്തു നിന്നും ജില്ലാ കമ്മിറ്റിക്കെതിരെയുള്ള നടപടികൾ വരുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്താണ് 1 കോടി രൂപ പണമായി തന്നെ ജില്ലാ കമ്മിറ്റി പിൻവലിച്ചത്. അത് ചട്ടവിരുദ്ധമാണ് എന്നുള്ളതായിരുന്നു അന്ന് തന്നെ ഈ IT എടുത്ത നിലപാട്. അതിനുശേഷം അത് ചെലവാക്കരുതെന്നുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. ആ പണം ചിലവാക്കാതെ ഇന്നലെ ബാങ്കിൽ തിരികെ അടയ്ക്കാൻ എത്തിയപ്പോഴാണ് വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ ഇടപെടൽ ഈ സംഭവത്തിൽ ഉണ്ടാകുന്നത്. ആ പണം അന്ന് പിൻവലിച്ച അതേ പണമാണോ ഇന്ന് തിരിച്ചടയ്ക്കാൻ എത്തിയത് എന്നുള്ള പരിശോധന ഇന്നലെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. സീരിയൽ നമ്പറുകളടക്കം ക്രോസ് ചെക്ക് ചെയ്ത് ആ പണമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തന്നെയാണ് ഇന്നലെ ആ പണം ബാങ്കിൽ സൂക്ഷിക്കുകയും അത് ഇൻകം ടാക്സ് കസ്റ്റഡിയിലെടുത്താണ് ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പണം ആദായ നികുതി വകുപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. ഇനി എന്താണ് തുടർ നടപടി എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമുണ്ടാകും. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഇന്ന് MM വർഗീസ് ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നത് നിർണായക ഘടകമാണ്. ഇന്ന് ഹാജരായില്ല എങ്കിൽ ഈ പണത്തിന്റെ കാര്യത്തിലുള്ള തീരുമാനവും വൈകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആദായ നികുതി വകുപ്പും ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചേർന്നാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അശ്മി. ഓക്കെ, അശ്വിൻ പാലാഴി, ശ്രീകാന്തുമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. MM വർഗീസിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അപ്പോൾ അത് ഏതളവിൽ എങ്ങോട്ടേക്കൊക്കെ അന്വേഷണം പോകുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതായത് അജിത് കുമാർ പറയുന്നുണ്ട്. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. ആഷ്മി, കൃഷ്ണ, ഗുഡ് മോർണിംഗ്. നമ്മൾ AC ഉപയോഗിക്കുന്നവർ ആയിരിക്കുമല്ലോ ഭൂരിഭാഗവും. AC ടെമ്പറേച്ചർ 26 or 27 എങ്കിലും സെറ്റ് ചെയ്താൽ അത് KSEB പ്രതിസന്ധിക്ക് ചെറിയൊരു സൊല്യൂഷൻ ആകും എന്ന് പറയുകയാണ്. അതെ, കാരണം നമുക്ക് തണുപ്പും കിട്ടും, അതേസമയം തന്നെ വൈദ്യുതി ഉപഭോഗത്തിന് മാത്രമല്ല, ഇപ്പം കേരളം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും വലിയ വൈദ്യുതി ഉപഭോഗങ്ങൾ കൂടി കേരളം കടന്നു പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞാൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് KSEB മാത്രം പഴിച്ചിട്ടോ, ഇപ്പം ശരിയാണ്, നമുക്ക് കറണ്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും KSEB പഴിക്കാനോ പറ്റാത്തൊരു സാഹചര്യം അവിടെയുണ്ട്. ഈ വൈദ്യുതി അമൂല്യമാണെന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല, അത് അമൂല്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട കരുതൽ കൂടി ഒന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും, അല്ലേ? ഡോക്ടർ ഡെന്നി ജോൺ, എന്റെ പേരൊന്ന് പറയൂ ഹാഷ്മി എന്ന് പറയുന്നുണ്ട്, ഒന്ന് പറയൂ. ഡോക്ടർ ഡെന്നി ജോൺ.